എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ലാസ്റ്റ് പാലക്കാട് വ്ളോഗ് വീഡിയോയിൽ പറഞ്ഞ പോലെ പണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരികളും കൂടി പാലക്കാട് പോയ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പുറം ലോകം കണ്ടിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ രണ്ട് മൈൻഡ് ഉണ്ട്. അപ്ലോഡ് ചെയ്യണം എന്നുണ്ട്, ചെയ്യേണ്ടതെന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു ഇപ്പോഴും ഞാൻ മറ്റേ പ്രൊഫഷണൽ വീഡിയോ എഡിറ്റർ, വീഡിയോഗ്രാഫി ചെയ്യുന്ന ആളെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ മെച്ചമായിട്ടൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ. അന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ചുമ്മാ എന്തൊക്കെയോ വീഡിയോ എടുത്തു. പക്ഷെ വോയിസ് ഓവറൊന്നും അല്ല, അപ്പോഴും തന്നെ ലൈവായിട്ട് സംസാരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. പിന്നെ എഡിറ്റ് ചെയ്ത് ഒരുപാട് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ കുറച്ച് ലെങ്തിയാണ്, 24 മിനിറ്റ്സ് എന്തോ ഉണ്ട്. എനിക്ക് ബാക്കിയില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കൂടെ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചൊരു സാധനമാണ്. കാരണം ഞങ്ങൾ അത്രയും ആഗ്രഹിച്ച് ഒരുമിച്ച് പോയതാണ്. അത് ഞാനേ, സായി, മരിയ, കൃതി, ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. മരിയേൻ്റെ നാടും അവിടെയാണ് കേട്ടോ. അപ്പോൾ മരിയയുടെ വീട്ടിലും പേപ്പൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കൃതിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ താമസിച്ചിരുന്ന ആ വീട്ടിലാണ്. അതും വയലേലകളുടെ നടുക്കല്ല, സൈഡിലായിട്ടാണ് ആ വീട്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ ഓർമ്മകളൊക്കെയാണ് എനിക്ക് ശരിക്കും വന്നത്. അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. കാരണം ഒട്ടും ക്ലാരിറ്റി ഇല്ല, ഒന്നാമത്തെ കാര്യം. കാരണം ഞാൻ ടെലഗ്രാമിൽ ക്വാളിറ്റി ഇല്ലാണ്ട് ജസ്റ്റ് അവർക്ക് കാണാൻ വേണ്ടിയിട്ട്, എഡിറ്റ് ചെയ്തതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തതായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ വീഡിയോ ഇപ്പോഴും ടെലഗ്രാമിൽ കിടപ്പുണ്ട്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അവരും ഒട്ടും പ്രതീക്ഷിക്കില്ല ഞാനിത് ഇടും. കാരണം ഇത്രയും വർഷമായില്ലേ, 2022 അല്ല, 22 എങ്ങാണ്ടോ ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞാനത് ഇടാൻ പോവാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് തിരിച്ചു പോവാം. ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. സാധാരണ ഒരു കുഞ്ഞ് വ്ലോഗ്, ഞങ്ങളെ കുറേ പൊട്ടത്തരങ്ങളും കുറച്ച് മൊമെൻറ്റ്സും. പിന്നെ ഈ വ്ളോഗിങ് എന്നുള്ള സാധനം എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഓരോ മൊമെൻറ്റ്സ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. മൊബൈലിലൊന്നും അല്ലെങ്കിൽ എപ്പോഴും യൂട്യൂബിൽ അവിടെ കാണും. യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമ്മളുടെ ആ വീഡിയോസ് എല്ലാം അവിടെ കാണും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. കണ്ടിട്ട് വരൂ ഗായ്സ്. സായി, നമ്മളിപ്പോ എവിടെയാണ്? മണാലി. അതിസാഹസികമായിട്ട് അധികം സാഹസികം കാണിക്കരുതെന്നാണ് വീട്ടിൽ പറഞ്ഞു വിട്ടേക്കുന്നത്. ഇത് പാഷൻ ഫ്രൂട്ടാണ്, പാഷൻ ഫ്രൂട്ട്. One, two, three. Welcome to our YouTube channel. ഓക്കെ, ഇന്നത്തെ വ്ലോഗ് നമ്മൾ എവിടെ ചെയ്യുന്നത്? ഞങ്ങളിപ്പോ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ട്. അതിപ്പോ പറയേണ്ട കാര്യം എന്താ, ഞങ്ങളിപ്പോ നിൽക്കുന്നത് പാലക്കാടാണ്. നീ കാണുന്നില്ല. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. പ്രശസ്ത പിന്നണി ഗായിക ശ്രേയ ഘോഷൽ, പ്രശസ്ത വീണ പ്ലെയർ സൗന്ദര്യ സാറിന്റെ സൗന്ദരരാജ് സാറിന്റെ മകൾ കൃതി സൗന്ദറാണ്. അതെ, കുറച്ച് ജാട കൂടുതലാണ്. ഞങ്ങള് എന്ത് സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ ചുമ്മാ ഒന്ന് പ്ലാൻ ചെയ്ത് പാലക്കാട് തൊട്ടൊരു ട്രിപ്പ് ഞങ്ങൾ 4 പേരും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 8:30 ആയപ്പോൾ തിരിച്ചു. രാവിലെ ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേക്കും പാലക്കാട് എത്തി. ഇപ്പൊ ഞങ്ങൾ മരിയയുടെ അമ്മാമ്മയുടെ വീട്ടിലാണ്. പേരപ്പൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. ഞങ്ങളെങ്ങനെ ഇവിടെ എത്തി. അതെ, നമ്മളിന്ന് കുറെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുമ്പോ ഇവിടുത്തെ കുഞ്ഞു വയലുകൾ, തോടുകൾ, പുഴകൾ, ഒരു പ്ലാനും ഇല്ലാത്തൊരു യാത്ര. അതെ, നമുക്കൊരു സന്തോഷം. അത്രേ ഉള്ളൂ. ഓക്കെ,
അല്ല നമ്മൾ ഇവിടെ ഇങ്ങനെ ചാടും അവിടെ ചെന്നിട്ട് നമ്മൾ ഓട്ടയിലാണ് ഇത്രയും കുടിക്കുന്ന ആവശ്യം ഹായ്. അപ്പൊ നമ്മള് മറിയയുടെ വീട്ടിൽ നിന്ന് കൃതിയുടെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കൃതിയുടെ വീട് എവിടെയാ? ചെർപ്പുളശ്ശേരി. 나도 모르겠어 나의 속을 널 볼 순 없을까 가만히 못 봐본 내 두 손을 변하지 않네 미친놈처럼 막 이상해 Wherever you are I know you always ഞങ്ങള് ഇവിടെ ചെറുപ്പുളശ്ശേരി എത്തിയിരിക്കുകയാണ്. ചെറുപ്പുളശ്ശേരി തൊട്ട് മുൻപുള്ള സ്റ്റോപ്പാണ്. ഇവിടെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങൾ ഇന്ന് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. ബിരിയാണി താഴെ ഓർഡർ ചെയ്തു. ഉച്ചയ്ക്കുള്ള ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തു. ബാക്കി നാളത്തേക്കുള്ളതൊക്കെ ഞാൻ ഫ്രണ്ടിലോട്ട് പോകാം. അതെ ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാൻ പോവാണ്. ഒരു വ്യത്യസ്തമായ വണ്ടിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഒരു മുട്ട പൊട്ടി. ഈ ഒരു മൂഡില് നമുക്ക് സായി മാളവികയുടെ നല്ലൊരു ഗാനം കേൾക്കാം. കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായി കൊണ്ടരാവൻ എന്നോട് പറഞ്ഞു മനസ്സിലൊക്കെ ഒരു ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്ന് പറഞ്ഞു. അതെ ആ ഒരു പാട്ടുണ്ടോ? മഴക്കൂടയായി മുഖം മറയ്ക്കും മാനല്ല അഷിക്കറുപ്പായി എഴുതും മീനല്ല പൂനിലാവല്ല മുല്ലയാകില്ല കുറുമ്പിന്റെ മഴക്കൂടയായി മുഖം മറച്ചു കൊടുത്തു. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. കൃതിയുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. കൃതി എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ ഫുൾ ചില്ല്. പക്ഷെ മാസ്ക് മുഖ്യമാണ്. വേറെ എന്ത് ചെയ്തില്ലെങ്കിലും മാസ്ക് മുഖത്തുനിന്ന് മാറ്റാൻ പാടില്ല. കാരണം ഞങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടില്ല. പല്ല് തേച്ചു രാവിലെ. എത്ര മണിക്കാ? 8 മണിക്കുണ്ടായിരുന്നു. ഹായ് ഭയങ്കര കിടിലാണ് കേട്ടോ. അവിടെ വൈബുണ്ട്. അതെ, നേരിട്ട് കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. സൗന്ദര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഗേറ്റിന്റെ താക്കോലില്ലെങ്കിൽ മതിൽ ചാടി. വെറൈറ്റി ആണ്. അകത്താണ് കൂട്ടി വെച്ചിരിക്കുന്നത്. കൂട്ടിയിട്ട് ബാക്കിൽ കൂടെ പോയത്. ഞങ്ങൾ ഇന്ന് സ്റ്റേ ഇവിടുന്ന് പിടി. ഞങ്ങൾ ഇവിടുന്ന് മറ്റേ എന്താണ് ചതിക്കാത്ത ചന്തുല് ഒരു വയലേലകളുടെ ഇടയിൽ ഒരു വീട്. വലതുകാല് വെച്ച് കയറൂ. വലതുകാല് ഫോക്കസ്. ഓരോരുത്തരുടെയും വലതുകാല്. അതെന്താ നീ ഇടതാണോ? ഇവിടെ ആരും കേറാതിരിക്കാൻ മണിച്ചിത്രം താഴിട്ട് പൂട്ടിയിരിക്കണല്ലോ. ഈശ്വര, 6 പൂട്ടോ?
നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പ്. ഞങ്ങളിപ്പോൾ കുളത്തിൽ പോവാണല്ലേ? അതെ, കുളം കാണാൻ പോവാ. കുളത്തിൽ ഇറങ്ങാൻ പേടിയാണ്. ഒരു നായ. ഓ, ഇവിടെ നായാന്നേ പറയാവുള്ളൂ. നായെന്നേ പറയത്തുള്ളൂ. പക്ഷെ തിരുവനന്തപുരത്തും പട്ടിന്ന് പറയും. പക്ഷെ എന്റെ പട്ടിയൊക്കെ ഒരു പട്ടിന്ന് വിളിച്ചാ. ഇതിന്റെ പട്ടീനെ ഞാൻ പൂച്ചയെന്ന് വിളിക്കണം. എനിക്ക് എന്റെ പട്ടി ഇതുവഴി അതുവഴി. ഞങ്ങളിപ്പോൾ അമ്പലക്കുളത്തിലോട്ട് പോവാം. ഇങ്ങനെ ഉറക്കെ പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അത് നമ്മളും ചെയ്യും. പാട്ട് പാടി വരുമോ എനിക്കും വേണം. അമ്മോ, മിന്നുന്ന്. തിരിച്ചോ? എടാ, മിന്നുന്ന്. നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങൾ കുളത്തിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. കുളത്തിലിരിക്കുകയാണ്. ഇവിടെ ഒരു ആന്റി ഉണ്ട്. ആന്റി കുഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് മീൻ വന്ന് കാല് തട്ടപ്പോ ഞങ്ങൾ കുളത്തിൽ മാക്സിമം അർമാദിച്ചു. ഇത് ബാക്കി നാളെ തണുപ്പുണ്ട്. നല്ല തണുപ്പ്, നല്ല മഴയും പെയ്യുന്നുണ്ട്. ഉച്ചക്കാലത്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് ഞങ്ങള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ചിക്കൻ ബിരിയാണി വെച്ചിട്ട്. അയ്യോ, മിന്നല് ഞങ്ങൾ തണുക്കുന്നു. മഴയും ഈ മഴയത്ത് ഞങ്ങൾ ഓടുന്ന സീനാണ്. മരിയ, ഓക്കെ. നാളെ ഈ കുളത്തിൽ വന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നടക്കുമെന്നറിയില്ല, മഴ നന്നായിട്ട് കൂടുന്നുണ്ട്. ഇനി എത്രയും വേഗം ഓടി വീട്ടിലോട്ട് എത്തുക. ചെറുതായിട്ട് പേടിയുണ്ട്. പേടി ഉള്ളത് കൊണ്ടൊരു പേടി. മരിയൻ ഭയങ്കര സേഫായിട്ട് കോടയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നനയുന്നെങ്കിൽ നനഞ്ഞോട്ടെ. ഇത് ഈ വ്ലോഗ് കാണുമ്പോൾ ഞങ്ങളുടെ അമ്മമാർ ഞങ്ങളെ അതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കും. ഇനി തിരിച്ച് വീട്ടിലോട്ട് ചെല്ലണ്ട. റൂൾ നമ്പർ 1 ഞങ്ങൾ തിരിച്ചിരിക്കുന്നു. കുളത്തിൽ പോകരുത്. അതിനെ മുരളി പേ പിടിച്ച ആനെ പോലെ. പിന്നെ എന്ത് പിടിച്ച ആനയാ? മതം പൊട്ടി ആന പോലെ പോകുന്നു. അയ്യോ, എനിക്ക് പറ്റണില്ല നടക്ക്. ചിലപ്പം മിന്നൽ കയ്യിലോട്ട് അടിച്ച ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് നിൽക്കുന്നതായിരിക്കും. നമ്മൾ ട്വിന്നിങ് ആണ്. 100 രൂപ രണ്ടെണ്ണത്തിന് 200 രൂപ എടുത്തോളൂ. കാണിക്കാനാണ്. അവിടുന്നാണ് നമ്മൾ ഇത്രയും ദൂരം. 5 സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് 5 മിനിറ്റ് എടുത്ത് ഇങ്ങോട്ട് 5 സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ എത്തി. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാ. വീട്ടിലോട്ട് പോയിട്ട് ഫുഡ് കഴിക്കും. അതിന് മുന്നേ കുളിക്കണ്ടേ? കുളിച്ചു. ഓൾറെഡി പകുതി കുളിച്ചു. ഇനി ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് we will be right back. Yeah. Hey guys, welcome to our YouTube channel. Again. Okay, ഞങ്ങൾ ഇനി കുക്കിങ്ങിലോട്ട് കടക്കാണ്. We are back with our chef duties. And we are going to make the best dish of all time. English literature ആണ് പഠിക്കുന്നത്. അറിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ആണത്. No. It's the toughest dish to make in this whole world. So we are trying to make the toughest. And we are following the toughest recipe of പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഇവിടെ പാത്രം ഇല്ലെന്നുള്ളതാണ് സത്യം. No. We have a very nice steam technique. ഇതിനകത്ത് എല്ലാം കൂടെ കൊള്ളൂ. ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് കൃതിയുടെ ഒരു ഇംഗ്ലീഷ് സോങ് കേൾക്കാം. ഇത് മൈക്കാണെന്ന് വിചാരിച്ചു പഠിക്കും.
കലോത്സവത്തിനൊക്കെ പാടി പിന്നൊക്കെ ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് പാടിന്റെ കൈ അടിക്കുന്നു. പാട് പാട് പാട്. I'm on my knees when I'm begging, I don't wanna lose you. Yeah, yeah. Ra-da-da-da. I'm begging you. Put your hand, loving hand now, baby. That's it, guys. മസാല മസാല ഇടാം. ഒരു ജോലിയും ചെയ്യാതെ ഇരുന്നിട്ട് അവസാനം ഒരു എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞ മറിയ മാറ്റം. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ മാഗി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ മാഗി പരസ്പരം ഒട്ടില്ല, ഇളകി കിടക്കും. അപ്പം നല്ല നോൺ സ്റ്റിക്കി ടേസ്റ്റി ഡെലിഷ്യസ് ന്യൂഡിൽസ് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ലതാണെന്ന് പറയുന്ന കണ്ണിന് मस्त मगन बस तेरा नाम दोहराए मन मस्त मगन तेरा नाम दोहराए. ഒരു കലം വെള്ളം വേണം കൃതിക്ക്. ഞങ്ങൾ കോഫി ഉണ്ടാക്കാൻ പോകണല്ലോ. മരിയ കുക്കിങ്ങില് വരത്തില്ല, തിന്നാൻ മാത്രം വരും. വയറും വായും കൊണ്ട് വരും, വേറൊന്നും ചെയ്തില്ല. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ചോദ്യം ഇതാണ്, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്ത് എന്തുവാ? മണ്ണിലെ മുളയ്ക്കത്തുള്ളൂ. ചോദ്യം ശ്രദ്ധിക്കൂ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്ത്. വളരെ ടഫായി പോയോ? ടഫാണോ? ആ, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്നൊരു വിത്തുണ്ട്. അങ്ങനത്തെ സൗണ്ട്സ് ഉള്ള തത്തുകളുണ്ട്. ചില തത്തകൾക്ക് അങ്ങനെ സൗണ്ട്സ് ഉണ്ട്. സൗണ്ട്സ് ഉള്ള തത്തകുട്ടി. മഴ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ലേസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തിരിച്ചെങ്ങനെ പോകുമെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഇവർക്കൊന്നും വീട്ടിലോട്ട് പോകണമെന്നില്ല. എനിക്ക് തീരെ ഇല്ല. കാരണം ഇവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ പാലക്കാട് ട്രിപ്പ് അവസാനിച്ചുകൊണ്ടേയിരിക്കുന്നു.
അതെ, ഇനി ആ ഗേറ്റും കൂടെ പൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾക്കുള്ള ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബൈ ബൈ ബൈ. ടാറ്റാ. ഇനി ആ ഇതിന്റെ ഇടയിൽ കൂടെ എടുത്താലും എനിക്കും പറയണം. ബസ്സില്ല ഗൈസ്, നിങ്ങൾക്കറിയോ ഒറ്റ ബസ്സില്ല, പക്ഷെ ഒരു ബസ്സുണ്ട്. ആ ബസ്സിലാണ് നമുക്ക് പോകാൻ പറ്റില്ല. ഇങ്ങോട്ടുള്ള ബസ്സാണ്. ഞങ്ങളുടെ കാറുണ്ട്, ഓട്ടോയുണ്ട്, ലോറിയുണ്ട്, ബസ്സില്ല, ഓട്ടോ ഉണ്ട്. ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുക, ആൾക്കാരുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകുന്നത്? പാലക്കാട്. ഒലോക്കോടിലോട്ട് പോകാൻ വേണ്ടിട്ട് കോങ്ങോട് നിൽക്കണം അല്ലേ? കോങ്ങാട് നിൽക്കാണ്. കോങ്ങാട്. ബൈ ഗൈസ്. ഞങ്ങൾക്ക് ബസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇനി നേരെ ഒലോക്കോട് ചെല്ലുക. മരിയാണ് പേരപ്പൻ്റെ വീട്ടിൽ പോവാം. അവിടുന്ന് രാത്രി ഡിന്നറും കഴിഞ്ഞിട്ട് നേരെ ട്രിവാൻഡ്രം നമ്മൾ വരും. അങ്ങോട്ട് വരുന്നു. അപ്പോൾ അവിടെ മഴ പെയ്യും. ഇവിടെ മഴയില്ലാത്ത പാലക്കാട് വരെ ഞങ്ങൾ മഴ പെയ്ച്ചു. ഞങ്ങളിപ്പോ മരിയയുടെ പേപ്പറിന്റെ വീട്ടിലാണുള്ളത്. നമ്മളൊരു പാട്ട് പാടാം. ഞങ്ങളിപ്പോ പാലക്കാട് ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ 9:30 എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ നേരം മറിഞ്ഞെടുത്ത് വീണനെ. മരിയമ്മ പേപ്പറിന്റെ കൂടെ ഓടി ഓടി പോകുന്നു. അപ്പോ അയ്യോ അനൗൺസ്മെന്റ്. മണാലി. സൗണ്ട് ഇല്ല. പറ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തിന് നമ്മുടെ ഈ സൗണ്ട് ഇല്ല. ബൈ. വേറെ വ്ളോഗിൽ കാണാം. ബൈ. സോ ദാറ്റ് വാസ് ദ വീഡിയോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എൻ്റെ ആദ്യത്തെ ജാനിയുടെ ഭയങ്കര ബഹളം, ഓരോ കുരുത്തക്കേട്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് അത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ എനിക്ക് അതിൽ മൊത്തം പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത് BTSൻ്റെ ആണ്. അത് കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വരാൻ വഴിയില്ല. കാരണം ആ സമയത്ത് ഇപ്പോഴും പ്രാന്തില്ലെന്നല്ല, ഇപ്പോഴും ഐ സ്റ്റിൽ ലവ് BTS എ ലോട്ട്. പക്ഷെ ആ സമയത്ത് മറ്റേ BTSനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയമുണ്ട്. എപ്പോഴും BTS, എവിടെ പോയാലും BTS.
ഒരു ഹാർട്ട് ഇടണമെങ്കിലും പർപ്പിൾ കളറേ ഞാൻ ഇടുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എഡിറ്റിങ്ങിൽ മൊത്തം ഞാൻ BTSന്റെ പാട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അന്നത്തെ കോലം ഐ വാസ് ജസ്റ്റ് എന്താ പറയുക, ടാൻ ആയിട്ടിരിക്കുകയാണ് മൊത്തം. ആ വീഡിയോയിൽ മൊത്തം ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. ബട്ട് ഐ ഡോണ്ട് കെയർ, എനിക്കിഷ്ടപ്പെട്ടു. സെൽഫ് ലവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കിങ്ങനെ ആഗ്രഹം വന്നിട്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ വീഡിയോ ക്വാളിറ്റിയിലല്ലല്ലോ, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്തുള്ള ആ ടൈം ആണ് എനിക്കെന്താ ക്വാളിറ്റി ടൈം എന്ന് പറയാൻ പറ്റുന്നത്. സോ അത് നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ എൻ്റെ ആദ്യത്തെ വ്ലോഗല്ലേ, കണ്ടോളൂ കണ്ണിറയെ കണ്ടോളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് 11,780 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ദാറ്റ്സ് എ ഹ്യൂജ് തിങ്. കാരണം 11,000 പേര് നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ല 11,780 പേര് എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടാത്ത സബ്സ്ക്രൈബ് ചെയ്യില്ല, വെറുതെ വന്ന് എത്തി നോക്കിയിട്ട് പോകുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ അവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആരെയും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം, പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ പറയുന്നതും ഇഷ്ടമല്ല, എൻ്റെ അടുത്ത് പറയുന്നതും ഇഷ്ടമല്ല. ആദ്യം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് അങ്ങനെ പറയുന്നതും ഇഷ്ടമല്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നമ്മൾ വീഡിയോയുടെ എൻഡിങ്ങിലൊക്കെ നോർമലി എല്ലാവരും പറയുന്ന പോലെ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എന്നൊക്കെ പറയും. അതല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോയി പറയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എൻ്റെ വീഡിയോ ഒട്ടും ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും, കുറച്ച് ഇഷ്ടപ്പെടുന്നവരും കാണും. ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സബ്സ്ക്രൈബ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ പ്രസൻ്റ്ലി എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബലമാണ്. സോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര മനസ്സിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ വീഡിയോ ഇട്ട് വെറുപ്പിക്കുന്നതാണ്. ഇനി കണ്ടിന്യൂസ് വീഡിയോ ആയിരിക്കും. വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി എന്തായാലും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. കാരണം ഓൾറെഡി ആ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് അങ്ങ് ലെങ്തി ആക്കുന്നത് അത്ര ഇഷ്ടമല്ല. പക്ഷേ അത് നമ്മുടെ മൊമെൻറ്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് വെട്ടിക്കളയാൻ തോന്നത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ടും വെട്ടി ചുരുക്കിയാണ് അത്ര ആക്കിയത്. എനിവേ താങ്ക് യു അഗൈൻ. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.